ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ വന്ന് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനും അത് ഇവിടെ വന്ന് സെറ്റിൽ ആവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എന്താ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്? ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും മോസ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിശ്വസിക്കുന്നത്. എങ്ങനെ നമുക്ക് ജർമ്മൻ പഠിക്കാം, എങ്ങനെ നമുക്ക് ജർമ്മൻ ഇത്ര ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിൽ നമ്മുടെ കുറച്ച് എക്സ്പീരിയൻസും നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് സ്ട്രഗിൾസും നമ്മൾ അതിൽ യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന കുറച്ച് ടിപ്സും ട്രിക്സും ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കുമേ, ഞാൻ ഇവിടെ വന്നത് സ്പൗസ് വിസയിൽ ഒരു ലാംഗ്വേജും വേണ്ടാതായിരുന്നേ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ലായിരുന്നു. വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ജോലി, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇനിഷ്യലി വരുമ്പോൾ നമുക്ക് കുറേ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളും കുറേ ഓഫീസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ കൂടെ ഒരാളുള്ളത് കൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ തട്ടിമുട്ടി അങ്ങ് പോയി. അതുകൊണ്ട് എനിക്ക് ജർമ്മൻ പഠിക്കേണ്ടതായിട്ടൊരു ആവശ്യം ഇനിഷ്യൽ ടൈമിൽ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ജീവിക്കാൻ തുടങ്ങി ഒരു കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, എനിക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ് കിട്ടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടെ ജർമ്മൻ ഇല്ലാതെ നമുക്ക് നിലനിന്ന് പോവാന്നുള്ളത് കുറച്ച് പാടായിട്ടുള്ള കാര്യം. എന്നാൽ ജർമ്മൻ ഇല്ലാതെ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? ജർമ്മൻ ഇല്ലാതെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇവിടെ സെറ്റിലായി നമുക്കിവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ ഫാമിലിയായി ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും നമുക്ക് ജർമ്മൻ വേണ്ടി വരുവേ. അപ്പോൾ കുറേ സ്ട്രഗിൾസ് ഈ ഒരു ടൈം ഫ്രെയിമിൽ എനിക്ക് പേഴ്സണലി ജർമ്മൻ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് ഒഫീഷ്യലി ആയാലും ഓഫീസിൽ പല കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ തീരുമാനിച്ചു എന്തായാലും എനിക്ക് ജർമ്മൻ പഠിക്കണം, പഠിച്ചേ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ് കിട്ടിയെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമില്ല, ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് എപ്പോഴും ഇരിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ട് കാര്യമില്ല, ജർമ്മൻ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഇതില് ഞാൻ അച്ചാച്ചൻ ഓൾറെഡി ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജർമ്മനിൽ. അപ്പൊ ഞാൻ കുറെ ടിപ്സും കാര്യങ്ങളും എങ്ങനെയാ പഠിച്ചേ എന്നൊക്കെ മനസ്സിലാക്കി കുറെ കാര്യങ്ങൾ ഞാനും അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ എനിക്ക് അത്യാവശ്യം ജർമ്മൻ പറയാനും കേട്ട മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ല, പക്ഷെ ഒരു ഷോർട്ട് പീരീഡിൽ ഇപ്പൊ ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് ഞാൻ ശരിക്കും ഇത്രയും ഇന്റൻസീവായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ തന്നെ ഒരു ചേഞ്ച് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതിൽ യൂസ് ചെയ്ത കുറെ കാര്യങ്ങളും മെത്തേഡ്സും ഒക്കെയാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ എന്തിനാണ് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത്? ഇപ്പോൾ ജർമ്മൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മൾ എന്തിനാണ് അത് പഠിക്കുന്നത്, എന്താണ് റീസൺ, വൈ, എന്തിനാണ് അത് പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിയണം. ഇപ്പം എൻ്റെ കേസ് പറയുവാണെങ്കിൽ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ എനിക്ക് ജർമ്മനിയിൽ വരണം എന്നുള്ളത് എൻ്റെ ഒരു മോട്ടീവായിരുന്നു, എൻ്റെ ഒരു ഗോളായിരുന്നു, എൻ്റെ ഡ്രീമായിരുന്നു. അപ്പം എനിക്ക് ഇവിടെ വന്ന് ഇവിടെ സർവൈവ് ചെയ്ത് ഇവിടെ എൻ്റെ ലൈഫ് സെറ്റിൽ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അത് ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കാൻ, ബാച്ചിലേഴ്സ് സെക്കൻഡ് ഇയർ പഠിച്ച സമയം തൊട്ടേ എൻ്റെ മനസ്സിൽ ആ ഗോൾ ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ പഠിത്തം എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ലാംഗ്വേജ് കോഴ്സിന് പോയി ചേർന്നായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ. പക്ഷെ അത് 2 മാസത്തെ ഒരു കോഴ്സേ ഉള്ളായിരുന്നു, അത് ഉച്ചവരെ ഉള്ളൊരു കോഴ്സായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ആവത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞാൻ പോയി തുടങ്ങിയായിരുന്നു. അപ്പം ആ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന, ഞങ്ങൾ ക്ലാസ്സിൽ 3-4 പേര് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മുടെ IELTS കിട്ടുന്ന പോലെ കോച്ചിങ് പോലെ അത്ര ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒന്നും അല്ലായിരുന്നു. നമുക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ലിസണിങ്ങിന്റെ സെക്ഷനോ അങ്ങനത്തെ ഒരു മൊഡ്യൂൾ നമുക്കില്ലായിരുന്നു. ചുമ്മാ ഒരു ബുക്ക് വരും, ആ ബുക്ക് നമ്മൾ വായിച്ച് ഇങ്ങനെ സാറ് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അതിങ്ങനെ കഥ പോലെ ഒരു സ്റ്റോറി ബുക്ക് പോലെ ആയിരുന്നു. എന്നിട്ട് ആ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുമ്പോൾ അതിന് ലാസ്റ്റ് കുറെ എക്സസൈസ് കാണും, അത് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് ഗ്രാമാറ്റിക്കലി കുറച്ച് നോളജ് ഉണ്ടാക്കിയെടുക്കാന്നല്ലാതെ നമുക്ക് IELTS കിട്ടുന്ന പോലെ അത്ര ഇന്റൻസീവ് ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ 2 മാസം ഉച്ചവരെയുള്ള ക്ലാസ് ആഴ്ചയിൽ 3 ദിവസം കണ്ട ക്ലാസ് ഉള്ളായിരുന്നു. അപ്പം അതുകൊണ്ട് മാത്രമൊന്നും കാര്യമില്ല. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോഴ്സ് എല്ലാം കഴിഞ്ഞ് ഓരോ ദിവസം കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ ഇരുന്ന് നല്ലപോലെ വർക്കൗട്ട് ചെയ്യായിരുന്നു. ഞാൻ ഇന്ന് പഠിച്ചതും എന്താണോ അവിടെ പഠിപ്പിച്ചത് അതും പിന്നെ എക്സ്ട്രാ ഞാൻ കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് കാണുമായിരുന്നു. അപ്പോൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ A1 A2 എന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ കുറെ ലെസൺസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ തന്നെത്താനെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് എഴുതി പഠിക്കുമായിരുന്നു. ഓരോ കാര്യങ്ങൾ A1 നിന്ന് തുടങ്ങി ഓരോരോ വേർബ് വൈസ് എല്ലാം എഴുതി വേർബിന്റെ ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇംഗ്ലീഷ് ടു ജർമ്മൻ ടു ഇംഗ്ലീഷ്, ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇംഗ്ലീഷ് നോളജ് നമ്മുടെ കൂടും, ജർമ്മൻ നോളജ് നമ്മുടെ കൂടും. അപ്പം ആ രീതിയിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ വീട്ടിൽ വന്നിട്ട് എല്ലാം എഴുതി പഠിക്കുമായിരുന്നു.
അപ്പം അങ്ങനെ പഠിച്ച് ഇപ്പൊ 2 മാസം കഴിഞ്ഞ് ഒരു ലെവൽ എത്തി എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ ജർമ്മനിയിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒരു പഠിച്ച രീതിയല്ല നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോൾ. ഇവിടെ വന്ന് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ നമുക്ക് ആ ഒരു ഇത് വരുത്തില്ല. അത് നമുക്കൊരു ചെറിയൊരു മടി നമുക്ക് കാണും. നമ്മുടെ ഇതിലുള്ള നമുക്ക് ചെറിയൊരു ചമ്മല് കാണും. എങ്ങനെ പറഞ്ഞാൽ തെറ്റാവോ, നമ്മളെ ഗ്രാമർ പറയുന്നത് ശരിയാവോ, ഈസ്റ്റിന് പകരം വേറെ എന്തെങ്കിലും ചേർത്താൽ കുഴപ്പമാവോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ വേർബ് കറക്റ്റ് പൊസിഷനിലാണോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ഇതും നമ്മളെ അലട്ടും. അതുകൊണ്ട് നമ്മൾ പറയത്തില്ല. അപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡ്രേസനിലാണ് പഠിക്കാൻ വന്നത്. അപ്പം അവിടെ ഒരു DHL പോയപ്പം അവിടെ മിക്കതും ഒത്തിരി നല്ല പ്രായമുള്ള അമ്മച്ചിമാരായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇംഗ്ലീഷ് പറയാമായിരിക്കും. ഞാൻ പോയി അവരുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ അവർ ഇംഗ്ലീഷ് ഒന്നും പറയുന്നില്ല, ജർമ്മൻ മാത്രമാണ്. അവർ പറയുന്ന ജർമ്മൻ, ഞാൻ എന്നിട്ട് പഠിച്ച ജർമ്മനൊക്കെ അങ്ങോട്ട് സംസാരിക്കാൻ നോക്കുമ്പോൾ അത് നടക്കുന്നില്ല, അവർക്കത് മനസ്സിലാകുന്നില്ല. പിന്നെ ഏതൊക്കെയോ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അവിടെ സാധനം കൊടുത്തിട്ട് വന്നു. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെന്ന് മനസ്സിലായി. അങ്ങനെ എനിക്ക് പാർട്ട് ടൈം കിട്ടി. ഞാൻ ഇവിടെ വന്ന് പഠിക്കുന്നതിനിടയ്ക്ക് കുറെ പാർട്ട് ടൈം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആ പാർട്ട് ടൈം ആണ് എന്നെ ആക്ച്വലി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കിയത് എൻ്റെ ജർമ്മൻ പ്രൊഫഷൻസി. അതെന്ന് പറയുന്നത് എനിക്ക് അത് പറഞ്ഞേ പറ്റൂ. എനിക്ക് ലാംഗ്വേജ് ഇല്ലാതെ പറ്റത്തില്ല. ലാംഗ്വേജ് ഇല്ലാതെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഒരു മെയിൻ ഇതായിട്ട് വന്നു. അപ്പൊ എൻ്റെ പാർട്ട് ടൈമിൽ എനിക്ക് ഡിഫറെന്റ് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കേസ് ഉള്ളത് കൊണ്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ജർമ്മനിൽ. അപ്പൊ ഞാൻ തന്നെത്താനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ തുടങ്ങി. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണെങ്കിലോ അല്ലെ ഏത് രീതിയിലാണെങ്കിലോ ഞാൻ തന്നെത്താനെ പറയാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അതൊക്കെ പയ്യെ എൻ്റെ ചമ്മല് മാറ്റാൻ തുടങ്ങി. എനിക്ക് പറയാനുള്ള ഒരു ടെൻഡൻസി കൂട്ടാൻ തുടങ്ങി. എനിക്ക് ജർമ്മൻ പറയാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് വരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ആക്ച്വലി ആ ഒരു ചമ്മലും ഇതെല്ലാം നമ്മുടെ പോകും. നമുക്ക് വാ തുറന്ന് നമ്മൾ സംസാരിച്ചാലേ ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ B1 പഠിച്ചു സർട്ടിഫിക്കറ്റും കൊണ്ട് ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തിയറിയിലും ഗ്രാമറിലും ഒന്നും ഒരു കാര്യമില്ല. നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ ഐഡിയാസ് നമുക്ക് പറയാനുള്ള എന്താണോ അത് ജർമ്മൻകാരുമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്ര മതി. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും വേണ്ട. വേറെ ജർമ്മൻ ഗ്രാമാറ്റിക്കലി വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവരും നോക്കത്തില്ല. നമ്മളിപ്പോ ഫോറിനർ ആണെന്ന് അവർക്ക് അറിയാം. അപ്പം നമ്മൾ സംസാരിക്കുന്നുണ്ടോ എന്ന് മാത്രം മതി. ജർമ്മനിൽ സംസാരിച്ച് കാര്യം കൺവേ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ എൻ്റെ മനസ്സിൽ ഫുൾ അതായിരുന്നു. ഞാൻ തെറ്റിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കൊരു മാറ്ററേ അല്ലായിരുന്നു. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ പിന്നെ ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഓപ്പണായിട്ട് എല്ലാം പറയും. പൊട്ടത്തെറ്റാണെങ്കിലും അവർക്കത് മനസ്സിലാവും. എൻ്റെ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എന്ത് വെച്ചാൽ കൺവേ ചെയ്ത് കൊടുക്കും. അപ്പം ഇതിങ്ങനെ പയ്യെ ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ സ്വന്തമായിട്ട് പഠിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇത് നാട്ടിൽ ചെയ്ത പോലെ തന്നെ സെയിം പ്രൊസീജിയേഴ്സ് ഇവിടെ യൂട്യൂബ് വീഡിയോസ് കാണും. ഞാൻ എഴുതി പഠിക്കുമായിരുന്നു. അങ്ങനെ പയ്യെ എൻ്റെ ലാംഗ്വേജും എനിക്ക് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങിയെന്ന് മനസ്സിലായി. പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പോൾ എനിക്ക് കുറച്ച് ജർമ്മൻ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പം ഇവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ജിമ്മിൽ പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്തെ എനിക്ക് അവിടെ ജർമ്മൻ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ ഇവരുമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും എല്ലായിടത്തും നമ്മൾ ജർമ്മനിൽ സംസാരിച്ച് വരുമ്പോഴത്തേക്കും അത് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഇവർക്ക് ചെറിയൊരിതുണ്ട്, ഇവർക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതിൽ ചില ജർമ്മൻ പിള്ളേര് യങ്സ്റ്റേഴ്സ് ഇവര് നമ്മുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കും ചിലപ്പോഴൊക്കെ. പക്ഷെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് ജർമ്മൻ സംസാരിക്കാവോ, എനിക്ക് പഠിക്കാൻ വേണ്ടിയാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യപ്പോൾ അവരും തിരിച്ച് ജർമ്മൻ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഫുൾ ജർമ്മൻ സംസാരിക്കുന്നതുകൊണ്ട് നമുക്കത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു. പിന്നെ അങ്ങനെ പയ്യെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി വന്ന സമയമായപ്പോഴത്തേക്കും എൻ്റെ കോഴ്സ് കഴിയാറായി, മാസ്റ്റേഴ്സ് കഴിയാറായി. പിന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ ജോലികളെല്ലാം ജർമ്മനിലായിരുന്നു. എനിക്ക് ഇന്റർവ്യൂ നടന്നതെല്ലാം ജർമ്മനിലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയ ആദ്യത്തെ കമ്പനി ജർമ്മൻ സ്പീക്കിംഗ് ആയിരുന്നു ജോബ്. അവിടെയുള്ള കൊളീഗ്സ് എല്ലാം ജർമ്മനായിരുന്നു. സോ ഇതെല്ലാം എന്നെ ഫോഴ്സ്ഫുള്ളി ജർമ്മൻ പഠിക്കണം എന്നുള്ള ഒരു ഇതിലോട്ട് കൊണ്ടെത്തിച്ച്. എനിക്ക് അവിടെ വേറെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ കൊളീഗ്സിനോട് എനിക്ക് ജർമ്മനെ സംസാരിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പൊ എനിക്ക് അറിയാവുന്ന ജർമ്മൻ വെച്ച് തട്ടിമുട്ടിയും എനിക്ക് സംസാരിക്കേണ്ട അവസ്ഥയായി. പക്ഷെ അത് ഞാൻ പേഴ്സണലി അത് നല്ലൊരു കാര്യമായിട്ട് എടുത്തു. ഞാൻ അതിനൊട്ടും
നെഗറ്റീവായിട്ട് എടുത്തില്ല. എനിക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള കൊളീഗ്സ് ഇല്ല, ആരും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള, എനിക്കത് മോട്ടിവേഷനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. അങ്ങനെ പയ്യെ പയ്യെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. നമുക്ക് ശരിക്കും വേറൊരു വഴിയില്ലെന്ന് കണ്ടാലേ നമ്മൾ ശരിക്കും ഈ ലാംഗ്വേജ് പഠിക്കത്തുള്ളേ. നമുക്കിതില്ലാതെ പറ്റത്തില്ല എന്നൊരു തോന്നൽ വേണം. ഈ സെയിമിന്റെ ഓപ്പോസിറ്റ് കേസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എല്ലാത്തിനും ഒരാളുള്ളത് കൊണ്ട് എനിക്ക് സ്വയം ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ലായിരുന്നേ. ഞാനിപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴായാലും അതിൽ നമ്മളോട് ടിക്കറ്റ് ചോദിക്കാൻ ആൾ വരുമ്പോഴൊക്കെ ഞാൻ പറയൂ എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനറിയാത്തതുകൊണ്ട് എല്ലാത്തിനും ഞാൻ ഇങ്ങനെ നോക്കും. ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ, ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോഴായാലും ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എന്നോട് വന്ന് ചോദിക്കും, ഞാൻ ഇങ്ങനെ നോക്കും, അപ്പോൾ ഉത്തരം പറയും. എന്റെ കൂടെ ഒരാൾ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പഠിക്കുന്നില്ലായിരുന്നു. അതുപോലെ ഞാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ജർമ്മൻകാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ മാക്സിമം സ്കൂട്ടാവാൻ നോക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് അത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഒന്നാമത് എനിക്ക് പേടിയാ, ചമ്മല, പൊട്ടത്തെറ്റായിരിക്കും പറയുന്നത്. കുറച്ചൊക്കെ അറിയാമെങ്കിലും അതൊരു നാണോ ഇല്ലാതെ പറയാൻ നമ്മൾ റെഡി ആവണം. പക്ഷെ എനിക്ക് ആ ഒരു തോന്നൽ എനിക്കില്ലായിരുന്നു. ഞാൻ എന്തായാലും തെറ്റായിരിക്കും പറയുന്നത്, അവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചമ്മലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കാൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇനിഷ്യൽ സ്റ്റേജിൽ. ഇനി നിങ്ങൾ ജർമ്മൻ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്ത് നല്ല യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത, നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് തോന്നിയ കുറേ ടിപ്സ്. അതിൽ കുറച്ച് ഇപ്പം അച്ചാച്ചന്റെ കേസാണ്, കുറച്ച് ജർമ്മൻ ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് കുറച്ച് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ പറയുന്നത്. എന്നാൽ ഞാൻ ഒരു ബിഗിനർ എന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ എങ്ങനെയാണ് എൻ്റെ ലെവല് ഇംപ്രൂവ് ചെയ്തത് എന്നുള്ള ടിപ്സ് ആയിരിക്കും എൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ്ലി എൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ സമയം പോകാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പാട്ട് കേൾക്കുന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പാട്ട് കേൾക്കാൻ നല്ലൊരു ഓപ്ഷൻ ആയതുകൊണ്ട് ഞാൻ നല്ല ജർമ്മൻ ആയിട്ട് നല്ല പാട്ട് പാടുന്ന ആൾക്കാരുടെ കുറേ പാട്ടുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ പാട്ട് കേൾക്കുമായിരുന്നു. അങ്ങനെ പാട്ട് കേൾക്കാൻ നമുക്ക് ആദ്യമൊക്കെ മനസ്സിലാവാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ തന്നെ കേട്ട് വരുമ്പോൾ കുറേയൊക്കെ വേർബുകളൊക്കെ അല്ലെങ്കിൽ ചില വാക്കുകളൊക്കെ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് വീഡിയോ, രണ്ടാമത്തെ ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. യൂട്യൂബ് വീഡിയോ അത് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ വേണമെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ട്, അപ്പം അങ്ങനെ കാണാൻ നമുക്ക് ബേസിക് ലെവൽ തൊട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. പിന്നെ എൻ്റെ കേസിൽ എനിക്ക് വേറെ തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ സീരീസ് കാണുമായിരുന്നു, മൂവീസ്, ജർമ്മൻ സീരീസ് കാണുമായിരുന്നു. അപ്പം അങ്ങനെ സീരീസ് കാണുമ്പോൾ എന്തെങ്കിലും നമ്മൾ ജർമ്മൻ അറിഞ്ഞിട്ട് സീരീസ് ഒക്കെ കാണുന്നത് നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ്, കുറച്ചും കൂടെ നമ്മൾ ഇമ്പ്രൂവ്ഡ് ആവും. കാരണം ഈ പറയുന്നതെല്ലാം ചിലപ്പം ഒത്തിരി സ്പീഡിലായിരിക്കും, അല്ലെങ്കിൽ വിത്ത് സബ് ടൈറ്റിൽ ഉള്ളത് കാണുക. അപ്പോൾ നമ്മൾ പയ്യെ പോസ് ചെയ്തിട്ട് നമ്മൾ വായിച്ച് നോക്കി അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ജർമ്മൻ ന്യൂസ് ഒക്കെ അപ്പൊ നമ്മൾ ഈസി ആയിട്ട് പഠിക്കുമെന്ന്. പക്ഷെ ഒരു ബിഗിനർ ആയിട്ട് എനിക്ക് ന്യൂസ് കണ്ടപ്പോൾ ഇനിഷ്യലി എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ചായിട്ട് നമ്മൾ ന്യൂസും മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആയിരിക്കും. അല്ലാതെ നമുക്ക് ഒന്നും അറിയത്തില്ല, നമ്മൾ പെട്ടെന്ന് പോയി ഇതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബോറിംഗ് ആവും. നമ്മളത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ടെൻഡൻസി നമുക്ക് അങ്ങനെ വരും, ഇത് ഭയങ്കര പാടാ, നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാ, എന്നിട്ട് ഈ ഹൈ ലെവൽ പ്രോ ലെവലിലോട്ടൊക്കെ പോവാ. അല്ലാതെ ഡയറക്ട്ലി നമ്മൾ പോയി ഇപ്പൊ പത്രം വായിക്കുക നല്ലതാണെന്ന് എല്ലാവരും പറയും, നമ്മുടെ മലയാളം പത്രം വായിക്കുന്നത് നമുക്ക് നല്ലതാണെന്നും പറയും. പക്ഷെ ഈ ജർമ്മൻ പത്രം വായിക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള, നമുക്ക് അത്രയും സ്ട്രേഞ്ച് ആയിട്ടുള്ള, നമുക്ക് അത്രയും പുതിയതായിട്ടുള്ള ഒരു ഭാഷ നമുക്ക് ഒറ്റയടിക്ക് പത്രം വായിക്കാന്ന് വെച്ചാൽ നമുക്ക് വായിച്ചു പോകാൻ പറ്റും. പക്ഷെ എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇൻ ഡെപ്തിൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല, പല വേർബ് നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ബിഗിനർ ലെവലിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ പുത്തനാ, നമുക്ക് നമ്മുടെ സ്കൂളിൽ എങ്ങും നമ്മൾ പഠിക്കുന്നില്ല ഇതൊന്നും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ലാംഗ്വേജ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയതുകൊണ്ട് ബേസിക് ലെവലിൽ നിന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കുക.
പിന്നെ വേറെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു പിള്ളേരുടെ പുസ്തകങ്ങളുണ്ട്, കുഞ്ഞു പിള്ളേരുടെ ബുക്സും കുഞ്ഞു പിള്ളേരുടെ സ്റ്റോറി പറയുന്ന യൂട്യൂബ് വീഡിയോസ് കാണും. ഇപ്പോൾ ബുക്സ് ആയിട്ട് നിങ്ങൾക്കില്ല, നിങ്ങളിപ്പോൾ ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ബുക്സ് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അല്ല ഇവിടെയൊക്കെ തന്നെ ഒരുപാട് ഇങ്ങനെ ഫെർഷൻകായിട്ടും ഒക്കെ നമുക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റും സ്റ്റോറി ബുക്സ്. ഇനി അല്ല നിങ്ങൾ നാട്ടിൽ നിന്ന് ജർമ്മൻ പഠിക്കാൻ ശ്രമിക്കുന്നവരാണ്, ഈ ഷോർട്ട് സ്റ്റോറീസ്, കുഞ്ഞു പിള്ളേരുടെ ഷോർട്ട് സ്റ്റോറീസിന്റെ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരിക്കും. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ചെറിയ ചെറിയ വേർഡ്സ്, വലിയ ടഫ് വേർഡ്സ് ഒന്നും അല്ല അതിൽ യൂസ് ചെയ്യുന്നത്, കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഷോർട്ട് സ്റ്റോറികൾ വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു നല്ല കാര്യമാണ്. അത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിക്കോളാം. ഞാനിവിടെ വന്നിട്ട് എനിക്കൊരു ഫസ്റ്റ് 1 ഇയർ വരെയും 1 ഇയർ വരെ എനിക്ക് കാര്യമായിട്ട് ജർമ്മൻ കുറച്ച് അറിയാം വേർഡ്സും കാര്യങ്ങളും ഒക്കെ, പക്ഷെ പറയാൻ തക്ക രീതിയിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ കൂടെ ഒരാളുള്ളത് കൊണ്ട് ഇവിടുത്തെ ഒഫീഷ്യൽ കാര്യങ്ങൾക്കും എല്ലാം അച്ചാച്ചനായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം ട്രെയിനിൽ പോകുമ്പോഴായാലും പുതിയൊരു സ്ഥലത്ത് പോകുമ്പോഴായാലും ട്രെയിനിലും ബസ്സിലും ഒന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ ഉടനെ തന്നെ എനിക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ് കൂടെ കിട്ടിയോണ്ട് എനിക്ക് ജർമ്മൻ പഠിക്കുന്നത് വലിയ ആവശ്യമായിട്ട് ഞാനൊരു ഫസ്റ്റ് 1 ഇയർ വരെയും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉടനെ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നല്ലതായിട്ട് പറയും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ഇനിഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ജോലി കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 1 ഇയർ ആവാറായപ്പോൾ എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു ലൈക്ക് എൻ്റെ ജർമ്മനിൽ ഒരു ഇംപ്രൂവ്മെന്റ് പുള്ളിക്ക് കാണണം, ഞാൻ ജർമ്മൻ സംസാരിക്കണം, ഇനിയുള്ള മീറ്റിംഗ്സ് ജർമ്മനിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇനി നീ അപ്ഡേറ്റ്സ് തരുന്നത് ജർമ്മനിൽ തരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും ഞാൻ പെട്ടു എന്ന് മനസ്സിലായത്. അത്രയും നാൾ ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിലായിരുന്നേ. എല്ലാം കൊണ്ടും ഓക്കെ, എല്ലായിടും എൻ്റെ കൂടെ വരാൻ ഒരാളുണ്ട്, എന്തിനും ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലും കുഴപ്പമില്ല, അത്യാവശ്യം എംപ്ലോയീസിനെല്ലാം ഇംഗ്ലീഷ് അറിയാം, എല്ലാം കൊണ്ടും കംഫർട്ട് സോണിലായതുകൊണ്ട് ആ ഒരു ടൈം അത്രയും ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനൊരു ഒരു കാര്യം എനിക്ക് വന്നപ്പോഴാണ്, ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ ജർമ്മൻ പഠിച്ചില്ലെങ്കിൽ പറ്റില്ല, എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച ഒരു ടൈമിലാണ് ഞാൻ ശരിക്കും ഒരു ഉറച്ച തീരുമാനം എടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ശരിക്കും ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും സ്ട്രക്ചേർഡ് ആയിരുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നു എനിക്ക് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, പഠിച്ചു, പഠിച്ചില്ല എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഇനി ഇത് പഠിച്ചില്ലെങ്കിൽ അതെന്റെ ജോലിയെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇനി ഇത് പഠിച്ചില്ലെങ്കിൽ ഇവിടെ എൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന് ഞാൻ റിയലൈസ് ചെയ്ത സമയത്താണ് ശരിക്കും ഞാൻ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങളും ജർമ്മൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ അതില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത എനിക്ക് തോന്നിയ കുറച്ച്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന കുറച്ച് ട്രിക്സ് എന്ന് പറഞ്ഞാൽ IELTS സമയത്ത് ഞാൻ യൂസ് ചെയ്ത സെയിം സംഭവങ്ങളൊക്കെ തന്നെ. IELTS പഠിച്ച സമയത്ത് എനിക്ക് തോന്നി അതും ഒരു ഭാഷ നമ്മൾ പഠിക്കാൻ നേരത്ത് നമ്മൾ ഇംഗ്ലീഷ് സ്കൂളിലൊക്കെ പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. IELTS പോയപ്പോഴാണ് കൂടുതൽ നോളജ് കിട്ടാൻ തുടങ്ങിയത് ഒരു ലാംഗ്വേജിനെ പറ്റി. അപ്പം ജർമ്മൻ പഠിച്ചപ്പോഴും ഞാൻ യൂസ് ചെയ്ത ഒരു രണ്ട് ട്രിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ, അതിലെ ഒന്ന്, നമ്മൾ കുറെ വേർബ്സ് എല്ലാം നമ്മളിങ്ങനെ നോക്കാൻ നേരത്ത് ഗൂഗിളിൽ തന്നെ നോക്കാൻ നേരത്ത് ഒരു വലിയ PDF കിട്ടും. അതിനകത്ത് ഇഷ്ടം പോലെ വേർബ്സ് കാണും. ഈ വേർബ് എല്ലാം നമ്മൾ കാണാതെ പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒരു ദിവസം എത്ര 10 വേർബോ അങ്ങനെ എന്തെങ്കിലും ചുമ്മാ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇംഗ്ലീഷുമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഓരോ ദിവസം അങ്ങനെ പഠിക്കും തോറും നമുക്ക് അത്ര നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നതാനും. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ വേർബ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗേ എന്ന് പറയുന്ന വേർബ് ടു ഗോ, ആ വേർബ് വെച്ചിട്ട് ഞാൻ തന്നെത്താൻ 2 സെന്റൻസ് ഉണ്ടാക്കും. ഈ സെന്റൻസ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല. ഒരു സെന്റൻസ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വേർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിൽ യൂസ് ചെയ്ത് എന്തേലും, ഞാനിപ്പോൾ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഞാൻ സ്കൂളിലോട്ട് പോയി, അല്ലെങ്കിൽ ഞാൻ ഓഫീസിലോട്ട് പോയി എന്ന് പറഞ്ഞൊരു വേർബ്, ആ വേർബ് യൂസ് ചെയ്ത് ഒരു സെന്റൻസ് സ്ട്രക്ചർ അങ്ങനെ ഉണ്ടാക്കി ചുമ്മാ 2 സെന്റൻസ് അങ്ങനെ അത് വെച്ചങ്ങ് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ അത് എഴുതി വെക്കും തോറും ആ വേർബ് എനിക്ക് തലയ്ക്കകത്ത് നിൽക്കുകയും ചെയ്യും, ആ വേർബ് ഞാൻ പഠിക്കുകയും ചെയ്യും. ഞാൻ യൂസ് ചെയ്ത ട്രിക്കാണ് അത്. IELTS എനിക്കൊരു സാറ് പറഞ്ഞു തന്നായിരുന്നു. അപ്പം നമ്മൾ പഠിക്കുന്ന എന്ത് പുതിയ സാധനമാണോ അത് കാണാതെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് എവിടെയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്ത് പഠിക്കുക, അത് എവിടെയെങ്കിലും യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ പഠിച്ചത് അതൊരു സെന്റൻസിലോട്ട് യൂസ് ചെയ്യുക. ഗേ എന്ന് പറഞ്ഞ വേർബ് സെന്റൻസിലോട്ട് യൂസ് ചെയ്തപ്പോൾ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ പോകുന്നതിനെ കാണിക്കുന്ന ഒരു ക്രിയയാണ്. അപ്പൊ അത് നമ്മൾ പഠിക്കും.
അപ്പൊ അങ്ങനെ പഠിക്കുന്ന വേർബ് എല്ലാം ഇങ്ങനെ എഴുതി ഒരു സെന്റൻസ് സ്ട്രക്ചർ ഒരു സെന്റൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കി അത് ഡെയിലി ചെയ്താൽ നമുക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഡെയിലി ഉള്ള ലൈഫിൽ ചെയ്യുന്ന വേറൊരു കാര്യമാണ്, ഞാനിപ്പം ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ന്യൂ വേർഡ്സ് ഡെയിലി നമ്മൾ കാണുമല്ലോ. ആ കാണുന്ന ന്യൂ വേർഡ്സ് എല്ലാം ഞാൻ എഴുതി ഒരു ലിസ്റ്റ് ആക്കി തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് അതൊരു 1000 വേർഡ്സിനോട് അടുത്തായിട്ടുണ്ട്. എന്നിട്ട് ആ വേർഡ്സ്, ഓരോ പുതിയ വേർഡ്സ് കാണുമ്പോഴും, ഇപ്പം നമുക്ക് വരുന്ന ഡോക്യുമെന്റ്സിലായിക്കോട്ടെ, ഇമെയിലിലായിക്കോട്ടെ, നമ്മളോട് ഒരാൾ പറയുന്ന ഒരു ന്യൂ വേർഡ്, ഇപ്പൊ ഞാനൊരു ന്യൂ വേർഡ് കേട്ട് കഴിഞ്ഞാൽ ആ വേർഡ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഉടനെ ഞാൻ അതിന്റെ ഗൂഗിൾ ചെയ്തിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കും. അർത്ഥം മനസ്സിലാക്കിയിട്ട് ഞാൻ അതിന്റെ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ ലിസ്റ്റ് വീണ്ടും വായിച്ചുകൊണ്ടിരിക്കും. താഴേന്ന് മണ്ടയ്ക്കോട്ടും താഴോട്ടും അങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വേർഡ്സ് ഒക്കെ ശരിക്കും എൻ്റെ മനസ്സിൽ പതിയുക. അതുകൊണ്ട് തന്നെ കുറേ വേർഡ്സ് നമ്മൾ പഠിക്കും. നമുക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേർഡ്സ് അറിയണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പുതിയതായിട്ട് ജർമ്മൻ നാട്ടിൽ നിന്ന് പഠിക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ പഠിച്ച കുഞ്ഞു വേർഡ്സ് ആയിക്കോട്ടെ, കുഞ്ഞു സെന്റൻസുകൾ ആയിക്കോട്ടെ, നിങ്ങൾ തന്നെ പറയാൻ ശ്രമിക്കുക. അതായത് ഇപ്പം മറ്റൊരാൾ പറയാനുണ്ടെങ്കിൽ അത് എന്തായാലും നല്ലതായിരിക്കും. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന 2 ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്നിച്ച് ഒരു 15 മിനിറ്റ് കുഞ്ഞു കാര്യങ്ങൾ ജർമ്മനിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ എനിക്കാണെങ്കിൽ അവിടെ കൊളീഗ്സ് ഉള്ളത് കൊണ്ട് നേറ്റീവ് ജർമ്മൻസ് അല്ലാതെ ഇവിടെ വന്ന് പഠിച്ച ജർമ്മൻ കൊളീഗ്സിനോട്, അപ്പൊ അവർക്കാവുമ്പോൾ ഒരു ക്ഷമയുണ്ടായിരിക്കും, നമ്മൾ പറയുന്ന പൊട്ടത്തിട്ട് അവർക്ക് മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പം ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡെയിലിയോ അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സമയം കിട്ടുന്ന സമയത്ത് കുറച്ച് നേരം ഒരു 5-6 സെന്റൻസ് എങ്കിലും ഞാൻ പറയാൻ ശ്രമിക്കും. നേരത്തെ എനിക്ക് എന്ത് കാര്യം പറയാനും ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നേ. കാരണം പറഞ്ഞാൽ കേൾക്കുന്നവർ എന്ത് വിചാരിക്കും, ഞാൻ പറയുന്നത് ശരിയാണോ, ഇത് ഗ്രാമർ ഉണ്ടോ, ഇതിന്റെ സ്ട്രക്ചർ ഇതാണോ എന്നൊക്കെ ചിന്തിച്ച് എനിക്ക് വാ തുറന്ന് എന്തെങ്കിലും പറയാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ ഒരു കൊളീഗിനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ, ലൈക്ക് ആ പുള്ളിക്കാരത്തേക്ക് ഭയങ്കരമായിട്ട് ജർമ്മൻ അറിയാമെന്നല്ല, അതും ഓക്കെ നല്ലപോലെ സംസാരിക്കും, പക്ഷെ ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറൊരു വഴിയില്ല. സോ ഞാൻ പറയുന്ന കാര്യം പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവും, പുള്ളിക്കാരത്ത് റിപ്ലൈ വരുമ്പോൾ പറയും. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ്, ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ റിപ്ലൈ വരുന്നത്. ആ കോൺഫിഡൻസിൽ നിന്നാണ് പിന്നെ ഞാൻ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത്. അതുപോലെ നിങ്ങൾക്കും ഇങ്ങനെ സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ, ഇപ്പം ജർമ്മനിയിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ജസ്റ്റ് വിളിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന 2 ഡയലോഗ് അങ്ങോട്ട് അടിക്കുക. ചെറിയ വേർഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ സെന്റൻസ് ആയിരിക്കും, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചതാണേലും മതി, ചുമ്മാ അങ്ങോട്ട് ചോദിക്കുക. അപ്പൊ അവർ എന്തെങ്കിലും തിരിച്ചു ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലിരിക്കും, ഇതെന്താണ് ക്വസ്റ്റ്യൻ, അത് നോക്കിയിട്ട് ആൻസർ പറയാൻ പറ്റും. അതുപോലെ നിങ്ങൾ കുറച്ച് പഠിച്ച് ഇങ്ങനെ പറയാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതും നമുക്ക് മനസ്സിലിരിക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലിരിക്കാൻ പറ്റിയൊരു ട്രിക്കാണേ. പിന്നെ അതുപോലെ ഞാൻ യൂസ് ചെയ്ത വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ തന്നെത്താൻ ഇപ്പം നമുക്കിപ്പോൾ സംസാരിക്കാൻ, ഇപ്പം ഇങ്ങനെ ആരും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആരും നമുക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിൽ പോലും ഞാൻ ചെയ്തായിരുന്നു, IELTS സമയത്ത് തന്നെ ചെയ്തായിരുന്നു, ഞാൻ കണ്ണാടി നോക്കിയിട്ട് നമ്മളോട് തന്നെ സംസാരിക്കും, നമ്മളോട് തന്നെ. ഇപ്പം എന്തെങ്കിലും സ്പീക്കിങ്ങിന്റെ സെക്ഷനകത്ത് IELTS ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് നമ്മൾ തന്നെ കൊടുത്ത്, ഞാൻ തന്നെ എടുത്തിട്ട് ഞാൻ തന്നെ പറയാൻ ശ്രമിക്കും. അപ്പൊ കണ്ണാടിയെ നോക്കി നമ്മൾ പറയുമ്പോൾ നമ്മളെ തന്നെ നോക്കാൻ നേരം നമുക്ക് ചിരി വരുമായിരിക്കാം, പക്ഷെ അതൊക്കെ നമുക്ക് പയ്യെ അത് മാറും, നമുക്ക് ആ ഒരു ചമ്മല് മാറും. നമ്മളങ്ങനെ ഫേസ് ചെയ്യുന്ന, നമ്മളങ്ങനെ നോക്കുന്ന ഒരു ഇതുകൊണ്ട് നമ്മൾ പറയുന്ന അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ നല്ലപോലെ കാലം കഴിയും തോറും നമുക്കത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്ഡ് ആവും. ഇപ്പം ഞാൻ ചെയ്തത്, അങ്ങനെ കണ്ണാടി നോക്കി ഞാൻ എന്തെങ്കിലും ജർമ്മൻ സംസാരിക്കാൻ നേരത്തെ എന്തെങ്കിലും ഒരു സെന്റൻസോ 2 സെന്റൻസോ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ ഒക്കെ ഞാൻ ശ്രമിക്കുമായിരുന്നു. എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത് തന്നെ കണ്ണാടി നോക്കി ഞാൻ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യും തോറും നമുക്ക് കോൺഫിഡൻസ് കൂടുതലേ ഉള്ളൂ. അപ്പൊ അത് നല്ലൊരു ട്രിക്കാണ്, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക, മേ ബി അത് യൂസ്ഫുൾ ആവും. എൻ്റെ ആണെങ്കിൽ മാനേജർ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഇനിയും തൊട്ടുള്ള മീറ്റിംഗ്സ് എല്ലാം ജർമ്മനി ചെയ്യണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി, ഇത് എങ്ങനെ നടക്കും, ദൈവമേ ഞാൻ എന്ത് അപ്ഡേറ്റ് ജർമ്മനി പറയും, എനിക്കിത് നടക്കത്തേ ഇല്ല, വർക്ക് ആവത്തില്ല എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുമായിരുന്നു ഞാൻ. ഇനിഷ്യലി മീറ്റിംഗ്സിൽ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, എനിക്ക് പറയാനുള്ള അപ്ഡേറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ നിന്ന് ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്
കാണാതെ പഠിച്ചിട്ട് പോയി ഇങ്ങനെ അപ്ഡേറ്റ് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ കാണാതെ പഠിച്ച ആക്ഷൻ ഒന്നും അല്ല, നമ്മൾ പച്ചവെള്ളം പറയുന്ന പോലെ തന്നെ ഇങ്ങനെ പറയാൻ പോയി. അപ്പൊ ഫസ്റ്റ് ഞാൻ അങ്ങനെ ഒരു അപ്ഡേറ്റ് പറഞ്ഞപ്പോൾ തന്നെ എന്റെ മാനേജർ പറഞ്ഞു, ഓ നിനക്ക് അടിപൊളിയായിട്ട് ജർമ്മൻ അറിയാലോ, നിനക്ക് ഇത്രയും നന്നായിട്ട് ജർമ്മൻ അറിഞ്ഞിട്ടാണോ നീ പറയാത്തതൊക്കെ. പക്ഷെ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാതെ പഠിച്ചാ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, എന്റെ മാനേജർ അങ്ങനെ പറഞ്ഞല്ലോ. പിന്നീടുള്ള മീറ്റിംഗ്സിൽ പുള്ളി എന്നോട് ചോദിച്ചില്ലേലും ജർമ്മനി പറയാൻ പറഞ്ഞില്ലേലും ഞാൻ തന്നെ നേരത്തെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരുമാതിരി പഠിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് ജർമ്മനിൽ അപ്ഡേറ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഞാൻ കുറെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചപ്പോൾ കുറെ സെന്റൻസ് മേക്ക് ചെയ്യേണ്ട സ്ട്രക്ചറും കുറെ വേർഡ്സും ന്യൂ വേർഡ്സും എങ്ങനെ പറയാം, നമുക്ക് ഒരാളോട് എങ്ങനെ പറയാം എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ കുറെ വട്ടം ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാതെ പഠിച്ച് പറഞ്ഞ് പയ്യെ കുറെ വേർഡ്സും എങ്ങനെ പറയണം, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സ്ട്രക്ചർ, ഇതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു സമയത്ത്. അപ്പൊ നിങ്ങളും ഇനിഷ്യലി നിങ്ങൾക്ക് അറിയില്ല, ഇത് പറയാൻ അറിയില്ല എന്ന് പറഞ്ഞിരിക്കാതെ ഇപ്പൊ ഡെയിലി ഇന്നീറ്റ് തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി അത് ആദ്യം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ജർമ്മനിലാക്കിയിട്ട് അത് തന്നെ പറയാൻ ശ്രമിച്ചിട്ട് പിന്നെ നിങ്ങളുടെ മനസ്സിൽ അതങ്ങ് പതിയും. നിങ്ങൾ പറയുന്ന ഓരോ സെന്റൻസുകളും നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിട്ട് പിന്നീട് നമുക്കത് ഓരോ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. അതും എനിക്ക് ഭയങ്കര മോട്ടിവേഷനും ഒക്കെ തോന്നിയ ഒരു സ്റ്റെപ്പായിരുന്നേ അത്. പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഗോൾഡൻ ടിപ്പാണ് ഇത്. നമുക്കിപ്പോൾ AI-യുടെയും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇതിട്ട് നമ്മൾ ഓരോ ട്രെൻഡ്സും ഫണ്ണും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുമേ. റീസെന്റ് കുറെ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ChatGPT-യോട് ചാറ്റ് ചെയ്യാന്നുള്ളത്, ജർമ്മനിൽ ചാറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ഇനിഷ്യലി തന്നെ ചാറ്റ് ചെയ്യുമ്പോൾ പറയും, ഞാൻ പറയുന്ന ജർമ്മൻ കറക്റ്റ് ചെയ്തിട്ട് തിരിച്ച് റിപ്ലൈ തരണം എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ നമുക്ക് വേറൊരാളോട് സംസാരിക്കാൻ മടിയുണ്ടെങ്കിലും, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല, മറ്റൊരാളോട് സംസാരിക്കാൻ മടിയുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാമേ. ChatGPT-യോട് പറയുമ്പോൾ നമ്മളുടെ മറുപടി അത് നല്ല അടിപൊളിയായിട്ട് പറയുകയും ചെയ്യും. നമ്മളുടെ സെന്റൻസിലെ ഓരോ തെറ്റുകൾ, ഈവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ChatGPT നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഓരോ സെന്റൻസ് ഞാൻ പറയുന്നത് ChatGPT-ക്ക് മനസ്സിലാവുന്നത് തന്നെ ആദ്യമൊക്കെ ഇനിഷ്യലി എനിക്ക് ഭയങ്കര എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ പറയുന്നത് കുഴപ്പമില്ല എന്നൊരു തോന്നലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ മിസ്റ്റേക്കുകൾ എനിക്ക് പറഞ്ഞു തരുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നീട് നമ്മളത് വേറെ ആരോടെങ്കിലും പറയുമ്പോൾ ഇത് ഇങ്ങനല്ല അങ്ങനാണെന്ന് നമുക്ക് ഓർത്ത് പറയാൻ പറ്റും. എന്തായാലും ഇതുവരെ ഈ ടിപ്പ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഡെയിലി ഒരു കുറച്ച് സെന്റൻസ് ChatGPT-ആയിട്ടൊന്ന് സമയമെടുത്ത് ചാറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസും തോന്നും. നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നു, അതേ ആൻസർ തന്നെ വരുന്നുണ്ട്. പിന്നെ അത് നമ്മളെ കറക്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ChatGPT വഴി പറ്റുവേ. പിന്നെ വേറൊരു ജർമ്മൻ പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഈസി ആയിട്ട് പറയാൻ പറ്റണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഫ്രേസസ് പഠിച്ചു വെക്കാമേ. അതായത് ജർമ്മൻ ചങ്ക്സ് പഠിച്ചു വെക്കാം. ചങ്ക്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ഫ്രേസസ് തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെന്റൻസുകൾ നമുക്ക് പഠിച്ചു വെക്കാം. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് നമ്മളുടെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കുറച്ച് ജർമ്മൻ ഫ്രേസസോ അല്ലെങ്കിൽ ചങ്ക്സോ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കേ. അതുപോലെ ബിഗിനേഴ്സിന് വേണ്ടി ഇതുപോലെ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമല്ല കുറെ ആപ്സ് അവൈലബിൾ ആണ്. ഈ ഫോർ എക്സാമ്പിൾ ഡ്യൂലിംഗോ എന്ന് പറഞ്ഞ ആപ്പ്, അങ്ങനത്തെ കുറെ ആപ്പുകളുണ്ട്. ഈ ആപ്പിനകത്തെല്ലാം നമ്മൾ നോക്കാൻ നേരത്ത് ചില സ്റ്റോറീസ് കാണും, അല്ലെങ്കിൽ ബേസിക് ലെവൽ തൊട്ട് പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ സ്റ്റെപ്സും അതിനകത്ത് തന്നെ ഉണ്ട്. വേർബ്സ് എല്ലാം കാണിക്കും അത്. അപ്പൊ അതെല്ലാം പിന്നെ ചെറിയ എക്സസൈസസ് പോലെ കാണും. അപ്പൊ ഇതെല്ലാം ആപ്പ് യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബുക്ക് അങ്ങനെ കൊണ്ട് നടക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യാൻ നേരത്ത് ചുമ്മാ ഫ്രീ ടൈം കിട്ടുന്ന നേരത്ത് ഈ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ടൈം വെറുതെ റീൽസും കണ്ട് അങ്ങനെ ചിലവാക്കി കളയുന്നതിന് പകരം ഇങ്ങനത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ പറയാനാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ഫോണില് സെറ്റിങ്സ് ലാംഗ്വേജ് ഫോൺ ലാംഗ്വേജ് കംപ്ലീറ്റ്ലി മാറ്റി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെ കംപ്ലീറ്റ് ലാംഗ്വേജ് ഫുൾ ജർമ്മനിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിത് എവിടെ ക്ലിക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു തപ്പിത്തടൽ ആദ്യം വരും. പക്ഷെ നമ്മൾ പയ്യെ പഠിക്കും.
കാരണം ആ ഒരു സെറ്റിങ്സിനകത്ത് കയറുന്ന നേരത്ത് നമ്മൾ ഇംഗ്ലീഷ് കണ്ടതിനകത്തുനിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ആദ്യമേ കാണാൻ നമുക്കൊരു ഇതായിരിക്കും, ഇത് എവിടെ ക്ലിക്ക് ചെയ്ത് എന്താവും എന്നറിയത്തില്ല. പക്ഷെ അത് പയ്യെ പയ്യെ നമ്മൾ പുതിയ പുതിയ വേർഡ്സ് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ അത് ഡെയിലി കാണും തോറും നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങും ഓരോ കാര്യങ്ങൾ. ഒട്ടും അറിയത്തില്ല അല്ലെങ്കിൽ ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സെറ്റിങ്സ് ആദ്യമേ കൊണ്ട് ജർമ്മനിലോട്ട് മാറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ജർമ്മനിലോട്ട് മാറ്റി നോക്കുക കേട്ടോ. കാരണം കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് പെട്ടുപോകും. കാരണം ആദ്യം ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് തന്ന പോലെ ഇതിൽ എവിടെയാണ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടത്, അത് എവിടെയാണ് പാസ്വേഡ് കൊടുക്കേണ്ടത്, അതിൽ വരുന്ന മെസ്സേജസ് ഒന്നും വായിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ബിഗിനേഴ്സിനാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ജർമ്മനിലോട്ട് മാറ്റി നോക്കുക. അതിൽ ഇനിഷ്യലി നമ്മളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കുക ഇതിൽ ഓരോ മെയിൻ ഓപ്ഷൻസ് ഇതാണെന്നുള്ളത്. എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് ആപ്ലിക്കേഷനൂടെ നിങ്ങൾ മാറ്റി നോക്കുക. പിന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പുത്തൻ വേർഡ്സ് പഠിക്കാൻ പറ്റും. അല്ല ബിഗിനർ അല്ല, നിങ്ങൾ കുറച്ചറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കംപ്ലീറ്റ് ഫോണും സെറ്റിങ്സ് ജർമ്മനിലോട്ട് മാറ്റിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് ഡെയിലി മീറ്റിങ്ങുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഡെയിലി എന്തെങ്കിലും പ്രസൻറ്റേഷൻ വരുമ്പോഴോ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഡെയിലി യൂസിൽ തന്നെ ഡെയിലി ലൈഫിൽ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ജർമ്മനിൽ തിങ്ക് ചെയ്യാൻ. അതായത് ഞാൻ എന്താണ് അവിടെ പോയി ഇപ്പം എനിക്ക് പ്രസൻറ്റേഷൻ വരുന്ന സമയത്ത് ഞാൻ എന്താണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പഠിക്കും. പക്ഷേ ഈ പഠിക്കുന്നതെല്ലാം ജർമ്മനിലായിരിക്കും. അങ്ങനെ ജർമ്മനിൽ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കൂടുതൽ മലയാളത്തിലായിരിക്കും, അല്ലെങ്കിൽ മലയാളത്തിൽ അതെങ്ങനെ നമ്മൾ പറയാം എന്നുള്ളതിന് പകരം നമ്മളത് ജർമ്മനിലായിരിക്കണം നമ്മുടെ എല്ലാ തോട്ട് പ്രോസസ്സും നടക്കേണ്ടത്. അപ്പം അങ്ങനെ ചെയ്യും തോറും നമ്മുടെ കംപ്ലീറ്റ് ഇതും ജർമ്മനിലായിരിക്കും പോകുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ പറയുമല്ലോ, അപ്പോൾ ഈ പറയുന്നതെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മൾ കൊണ്ടുവരുത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ജർമ്മനിലാകുക. ഇതിനി എങ്ങനെ പറയാം, ഇതിനി എങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ പ്രസന്റ് ചെയ്യാം, അടുത്തത് എന്ത് പറയണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ജർമ്മനിൽ തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കൂടും. ലാംഗ്വേജ് എത്രത്തോളം ഇമ്പ്രൂവ് ആവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ കോൺഫിഡൻസ് കൂടും. സോ അത് നല്ലൊരു ട്രിക്കാണ്, അതും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ലൈഫിൽ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ജർമ്മനിയിൽ ഉള്ളവരാ ഓൾറെഡി എന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വഴി കൂടെ നടക്കുമ്പോഴോ ഒക്കെ കാണുന്ന കാര്യം എല്ലാം വായിക്കുക. നമുക്കിപ്പം എന്തോരോ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ പോകുന്ന വഴികളിലും റോഡിലും ഒക്കെ കാണും. അപ്പം എത്ര നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ വായിക്കുക, വായിച്ച് അത് മനസ്സിലാക്കുക. അറിയാത്ത വേർഡ്സ് കണ്ടാൽ അപ്പം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. സെയിം കാര്യം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് മാത്രമായിട്ട് ആരും കാണത്തില്ലല്ലോ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന സാധനത്തിൽ എല്ലാം എഴുതിയിരിക്കുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസും എല്ലാം ജർമ്മനിലായിരിക്കും. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കുക. എല്ലാം വായിച്ചപ്പോൾ ഓരോ കാര്യങ്ങളും പുത്തൻ വേർഡ്സ് നമുക്ക് ഓരോന്നിൽ നിന്നും കിട്ടുവേ. അതേപോലെ ഒരാൾ സംസാരിക്കുമ്പോൾ ജർമ്മനിൽ ഒരാൾ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുവാണെങ്കിൽ നല്ലപോലെ ലിസൺ ചെയ്യുക. ഓരോ വേർഡ്സും അവർ പറയുന്ന നമുക്ക് എല്ലാം മനസ്സിലാകത്തില്ലായിരിക്കും. ഹൈ ലെവൽ സംഭവമായിരിക്കും ചിലപ്പോൾ അവർ സംസാരിക്കുന്നത്, നേറ്റീവ് സ്പീക്കേഴ്സ് ആയിരിക്കും. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അതിൽ ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് കത്തുമായിരിക്കും. അതുകൊണ്ട് സംസാരിക്കുന്ന കേൾക്കുവാണെങ്കിൽ അത് നല്ലപോലെ ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മളൊക്കെ ആ ഒരു ശ്രദ്ധ നല്ല പോലെ ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇത് പണ്ടേ പഠിച്ചിട്ട് വരുന്നവരല്ലല്ലോ, നമ്മുടെ മദർ ടങ് അല്ലല്ലോ. അപ്പൊ നമുക്കത് മനസ്സിലാക്കി എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പം അത്ര ശ്രദ്ധ നമ്മൾ കൊടുക്കണം. അപ്പം ഇപ്പം നമ്മൾ ആ ശ്രദ്ധിച്ച് നമുക്ക് ആ ഒരു ശീലം ഉണ്ടായാലേ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴും അത്രയും കീനായിട്ട് അത് ശ്രദ്ധിച്ചാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പം ആര് സംസാരിക്കുന്ന കേട്ടാലും വേണ്ടാത്ത കാര്യങ്ങളല്ല, നമുക്ക് നമ്മുടെ രീതിയിൽ ആരെങ്കിലും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റോ അനൗൺസ്മെന്റും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അത്രയും ശ്രദ്ധിച്ച് അത് കേൾക്കാൻ നോക്കണം. അല്ലെങ്കിൽ എന്തേലും ആയിക്കോട്ടെ, എന്തോ പറയുന്നു എന്നുള്ള രീതിയിൽ ഇരിക്കാതെ അത് മാക്സിമം നമുക്ക് വേണം എന്ന് കരുതി ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് കൂടുതലും ജർമ്മൻ ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം. ഇപ്പം ഒന്നും പഠിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഇത് ബിഗിനേഴ്സാണ്, നിങ്ങൾ ഇനിയും ജർമ്മനൊക്കെ പഠിച്ചിട്ട് ജർമ്മനിയിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ജർമ്മൻ പഠിക്കുക എന്നുള്ളതിനെ പറ്റി ഒന്ന് ഷോർട്ടായിട്ട് പറയാവേ. ബേസിക്കലി നമ്മുടെ മലയാളം പഠിക്കുന്ന പോലെ നമ്മൾ ഹരിശ്രീ പഠിച്ച് തുടങ്ങുന്ന പോലെ നമ്മൾ ABCD സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുത്തെ ആൽഫബറ്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക.
ആൽഫബറ്റ്സ് പഠിച്ച് നമുക്കത് ഒറ്റയടിക്ക്, നമുക്കിപ്പം ABCD ഇംഗ്ലീഷിൽ പറഞ്ഞു നമുക്ക് ഒറ്റയടിക്ക് പറ്റും. പക്ഷെ ഈ ജർമ്മൻ ആൽഫബറ്റ്സ് ഇപ്പോഴും ചിലപ്പോൾ ചോദിച്ച് നമ്മൾ ഇടയ്ക്ക് തങ്ങിപ്പോവും, കാരണം ആ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി വേറെയാണ്. സോ അത് മാക്സിമം നല്ല രീതിയിൽ തറവായിട്ട് പഠിക്കാൻ നോക്കുക. അത് പഠിച്ച് എടുക്കുന്നതന്നെയാണ് ബേസിക് ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് ഒരു ചടങ്ങ്. അത് പഠിച്ചു കഴിഞ്ഞ് പയ്യെ പയ്യെ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കാര്യം വേർബ് പഠിക്കുക. വേർബ് പഠിക്കുന്ന തോറും നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തുടങ്ങും. എന്നിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് സെന്റൻസ് സ്ട്രക്ചർ. സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ വേർബ് സെക്കൻഡ് പൊസിഷനിലിട്ട് ഒരു സെന്റൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി, പെട്ടെന്ന് നമുക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ അങ്ങനെ പഠിക്കും തോറും പിന്നെ കോൺജുഗേഷൻ പഠിക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോ കാര്യങ്ങള്, ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ചെയ്ത് വരേണ്ടത്. അങ്ങനെ ആ ഒരു ഫോമിൽ പഠിച്ചു വരും തോറും നമുക്ക് ലാംഗ്വേജ് പയ്യെ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങും. നമുക്കിവിടെ ജർമ്മൻ പഠിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ നൗൺസിനും ഇവിടെ ആർട്ടിക്കിൾ ഉണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പാടുള്ള ഒരു കാര്യം. അത് മനസ്സിലാക്കാൻ എന്തൊക്കെയോ ടിപ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. പക്ഷേ നമുക്കൊരു സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സെന്റൻസ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ പറയുന്ന നൗണിന്റെ ആർട്ടിക്കിൾ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നാണ്. അപ്പോൾ നിങ്ങൾ പുത്തനായിട്ട് വേർഡ്സ് പഠിക്കുമ്പോഴോ പുത്തനായിട്ട് എന്ത് പഠിക്കുമ്പോഴായാലും അതിൽ ആർട്ടിക്കിളൂടെ ചേർത്ത് പഠിക്കുവാണെങ്കിൽ നമുക്കത് പിന്നീട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ആർട്ടിക്കിൾ അങ്ങനെ പഠിക്കുന്നത് നല്ലതാണ്. നമ്മളത്രയും നല്ല പക്ക ജർമ്മൻ രീതിയിൽ ജർമ്മൻകാർ സംസാരിക്കുന്ന രീതിയിൽ തന്നെ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആർട്ടിക്കിൾ പക്കയായിട്ട് അറിയത്തില്ല. ഇവിടെ പലർക്കും ഇവിടെ ജർമ്മനിയിൽ താമസിച്ച 40-45 വർഷമായിട്ട് താമസിച്ചവർക്ക് പോലും ചിലപ്പോൾ ആർട്ടിക്കിൾ അറിയത്തില്ല. ഇവരെല്ലാവരും ഒരു കോമൺ ആർട്ടിക്കിൾ ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. ഡി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും എല്ലാ ഇതിൽ സെന്റൻസിലും യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ പോകും തോറും നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സംസാരിച്ച് പോവാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ ജർമ്മൻകാർ നോക്കത്തുള്ളൂ. അവർക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട ആൻസർ നമ്മൾ പറയുന്നുണ്ടോ എന്ന് മാത്രമേ ജർമ്മൻകാർ ശ്രദ്ധിക്കത്തുള്ളൂ. പിന്നെ ചില പക്ക ജർമ്മൻ, നമ്മളിപ്പോൾ ഇമെയിലൊക്കെ അയക്കാൻ നേരത്തെ, അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള ലെറ്റർ അയക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ നമ്മൾ എപ്പോഴും ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ട് അയക്കാൻ ശ്രമിക്കുക. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊണ്ട് തെറ്റൊക്കെ വന്നാലും ഒരു കുഴപ്പമില്ല, പറ്റുന്നിടത്ത് പറ്റുന്ന പോലെ ആർട്ടിക്കിൾ ഇട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരു കോൺഫിഡൻസ് മിസ്ലീഡ് ചെയ്യുമല്ല, കോൺഫിഡൻസ് ഓവറായിട്ട് ഒന്ന് മിസ്ലീഡ് ചെയ്യുമല്ല, പക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ ആർട്ടിക്കിളും കൊണ്ടിരുന്നാൽ നമ്മൾ സംസാരിക്കത്തില്ല. അതുകൊണ്ട് പറഞ്ഞ ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇമെയിൽ അയക്കാൻ നേരത്ത്, ലെറ്റർ അയക്കാൻ നേരത്ത്, നമ്മൾ ആരെങ്കിലും ഇപ്പം മെസ്സേജ് അയക്കാൻ നേരത്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ അപ്പോഴും മാക്സിമം നോക്ക്. ഇവിടെ ഡി ആണോ, ഡെറാണോ, ദസാണോ, ഡേനാണോ, ദസാണോ, അങ്ങനത്തെ ഏത് ആർട്ടിക്കിളാണോ വരുന്നത് അത് അവിടെ ഒക്കെ പക്കയായിട്ട് യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ സ്പീക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ എത്ര നോക്കിയാലും 100% നമ്മൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവണമെന്നില്ല. നമ്മൾ മലയാളം പറയാൻ തോന്നും, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ എന്തെല്ലാം തെറ്റ്, നമ്മുടെ മദർ ടങ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ നല്ല രീതിയിൽ തെറ്റ് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിൽ നമ്മൾ അത്രയും നമ്മൾ വരുത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം, സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു മടിയില്ലാതെ സംസാരിക്കുക. നമ്മൾ തെറ്റ് വരുത്തുമോ എന്നുള്ളതാണ് മിക്കവാറും എല്ലാവരെയും പുറകിലോട്ട് വലിക്കുന്ന ഒരു കാര്യം. ഇവിടുത്തെ ജർമ്മൻസ് കൂടുതലും തെറ്റ് വരുത്തിയാലും കുഴപ്പമില്ല, അവർ നമ്മൾ പറഞ്ഞതിലാണ് അവർക്ക് കാര്യം, പറയുമ്പോഴാണ് അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു വട്ടം നമ്മൾ പേടിച്ച് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകത്തേ ഇല്ല. നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയാൻ പേടിക്കും തോറും നമ്മൾ പുറയിലോട്ട് വരത്തേ ഉള്ളൂ. നമ്മളായിട്ട് ഉള്ളിൽ നിന്ന് ഒരു സ്ട്രെങ്ത് എടുത്ത്, അല്ലെങ്കിൽ ഉള്ളിൽ നിന്നൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തെറ്റ് പറ്റിയോ എന്ന് ചിന്തിക്കണ്ട. ഇവിടെ ഉള്ള ആരും നമ്മളെ അങ്ങനെ ഇതിന്റെ ഗ്രാമർ തെറ്റാന്ന് പറഞ്ഞ് വഴക്ക് പറയത്തില്ല. എന്തായാലും ആരും അങ്ങനെ ചെയ്യത്തില്ല, ആരും കളിയാക്കത്തില്ല. കാരണം നമ്മൾ പുറത്തുനിന്ന് വന്നൊരു അവര് പറയുന്നത് അവരുടെ മദർ ടങ് അല്ലേ, നമ്മുടെ മലയാളം പറയാൻ നമ്മൾ നന്നായി പറയത്തില്ലേ, അതില് നമുക്ക് വലിയ ഇതൊന്നും തോന്നത്തില്ലല്ലോ. അതുകൊണ്ട് അവര് പറയുന്നത് അവരുടെ മദർ ടങ്ങാ. അതുകൊണ്ട് അവർക്കത് ഭയങ്കര സംഭവമായിട്ട് തോന്നത്തുമില്ല. അവർക്ക് ജർമ്മൻ അറിയാം എന്നുള്ളത് അവർക്കൊരു വലിയ സംഭവമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച് പറയുന്ന അവരുടെ മദർ ടങ് നമ്മൾ പഠിച്ച് പറയുന്നതിലാണ് ശരിക്കും കാര്യം. അത് ശരിക്കും
അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ അല്ലേ. അപ്പൊ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും, അതുപോലെ അത് തെറ്റ് വരുത്തി അവർക്ക് ഒന്നും തോന്നാനും ഇല്ല. അതുകൊണ്ട് എല്ലാവരും അതിലൊരു മടിയും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അന്ന് ഞാൻ പറഞ്ഞ ജിമ്മിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചപ്പം അവർക്ക് തന്നെ അറിയാം, അവർക്ക് തന്നെ അത്ഭുതമാണ് നമ്മൾ എങ്ങനെ ജർമ്മൻ പറയുന്നു എന്ന് അവർക്ക്. കാരണം അവർക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഇത്രയും വലിയ പോപ്പുലേഷൻ, ഇത്രയും ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ നമുക്ക് എന്തോരം ലാംഗ്വേജ്, എനിക്കൊന്ന് 10-200 മേൽ ലാംഗ്വേജ് ഉണ്ട്. പക്ഷെ നമ്മുടെ സൗത്തുകാർക്ക് നമുക്ക് താഴെ നമുക്ക് മലയാളം ഉണ്ട്, തമിഴുണ്ട്, പിന്നെ നമുക്ക് മണ്ടക്കോട്ട് പോകുന്നത് നമുക്ക് ഹിന്ദി നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മൾ പഠിച്ച് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ഇത് നമ്മുടെ 3-4 ലാംഗ്വേജ് ആണ് ആക്ച്വലി ജർമ്മൻ. സോ നമുക്ക് ഇത്രയും ഭാഷയിൽ നമുക്ക് അത്യാവശ്യം നോളജ് ഉണ്ട്, എന്നിട്ട് നമ്മൾ ജർമ്മൻ പഠിക്കുന്നു. അപ്പൊ ഇതൊക്കെ എൻ്റെ കൂട്ടുകാരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ആക്ച്വലി അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ. നിങ്ങൾ ഇത്ര ലാംഗ്വേജ് നോളജ് ഉണ്ട്, നിങ്ങളുടെ കൺട്രിയിൽ തന്നെ ഇത്ര ലാംഗ്വേജ് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിലും അറിയാം. കേട്ടാലെങ്കിൽ നമുക്ക് മനസ്സിലാവും. തമിഴ് നമുക്ക് കേട്ടാൽ മനസ്സിലാവും, ഹിന്ദി നമുക്ക് കേട്ടാൽ മനസ്സിലാവും. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ പക്ഷെ എനിക്ക് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാമെങ്കിലും ഇതിന്റെ കൂട്ടത്തിൽ പ്ലസ് നമ്മൾ വേറെ ലാംഗ്വേജും കൂടെ പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആക്ച്വലി നമ്മൾ വലിയൊരു കാര്യം നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഒരു രീതിയിലും ചമ്മലോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും ഉണ്ട്, ആരും ഒരാളെ കിട്ടിയോ അയാളുടെ അടുത്ത് സംസാരിക്കുക. അതെ, അതെപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണേ. നമ്മൾ ഇവിടെ വന്ന് ജർമ്മൻ പഠിക്കുന്നു എന്നുള്ളത് ശരിക്കും ഒരു വലിയ കാര്യമാണ്. നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് പുകഴ്ത്തേണ്ട കാര്യം ഇരിക്കുന്നു. കാരണം ഇവരിവിടെ വന്നിട്ട് ഈ ജർമ്മൻസ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് മലയാളം പഠിക്കാന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കി, അത് എന്ത് ടഫായിരിക്കും, അവരെ കൊണ്ട് അത് നടക്കൂ എന്നൊക്കെ ചിന്തിക്കില്ലേ. അതേപോലത്തെ ഒരു വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ശരിക്കും അതൊരു വലിയ ടാസ്ക് ആണ്. നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് അല്ലെ, കുറച്ചെങ്കിലും പറയാൻ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ചമ്മലും നാണോ ഒന്നുമില്ലാതെ നമുക്കത് പറയാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊക്കെയാണ് തോന്നുന്നു ഒരു ബേസിക് സ്ട്രക്ചർ അല്ലേ. ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആൽഫബറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കുക അല്ലെ. അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ എവിടുന്നൊക്കെയോ കുറെ യൂട്യൂബ് വീഡിയോ കാണുന്നു അല്ലെ, എവിടുന്നൊക്കെയോ കുറെ എന്തൊക്കെയോ കാണുന്നു, അങ്ങനെ പഠിച്ചാൽ നമ്മൾ ഒന്നും പഠിക്കത്തില്ല. നമ്മൾ എന്ത് പഠിച്ചാലും അതിനൊരു സ്ട്രക്ചർ വേണം. അപ്പൊ ഇത്രയൊക്കെയാന്ന് തോന്നുന്നു ബേസിക്കലി നമ്മൾ ട്രൈ ചെയ്ത് വിജയിച്ച ടിപ്സും അതേപോലെ ഒരു പഠിക്കേണ്ട രീതി എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോ ഇന്ന് തൊട്ട് എന്തായാലും എല്ലാവരും പഠിക്കുമല്ലേ. ഇതുവരെ നിങ്ങൾ പഠിക്കുമായിരിക്കും എന്നറിയാം, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും എന്നറിയാം. കാരണം ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ കഷ്ടപ്പാട് നല്ലപോലെ അറിയാവുന്ന 2 പേരാണ് ഞങ്ങൾ. അച്ഛന് കുറച്ചറിയാം, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ 2 പേരും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുവാണ്. അച്ഛന് അത്യാവശ്യം നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാം, ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഓരോരുത്തർക്ക് ഓരോ ലെവൽസ് ഉണ്ട്. അതുപോലെ നമ്മളെല്ലാം പഠിക്കുന്ന സ്റ്റേജിലാണ്. അപ്പൊ അതിന്റെ സ്ട്രഗിൾസ് നല്ലപോലെ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. അതുകൊണ്ട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളേ. അപ്പൊ ഇന്ന് തൊട്ട് എല്ലാവരും കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഡെയിലി മിനിമം 1 hour ജർമ്മന് വേണ്ടി സ്പെൻഡ് ചെയ്യണേ. അത് ജർമ്മൻ പഠിക്കാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതല്ലാതെ 1 hour കണ്ടെത്തി ജർമ്മൻ പഠിക്കാൻ ശ്രമിക്കണം. അതേപോലെ ഡെയിലി പുത്തനൊരു 10 വേർഡ് അല്ലേ, 10-5 വേർഡോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന 10 വേർഡ് മാക്സിമം പഠിക്കാൻ ശ്രമിക്കണേ. 5 പഠിച്ചാലും മതി, ഒരു 5 വേർഡെങ്കിലും ഡെയിലി നിങ്ങൾ പഠിച്ചിരിക്കും എന്നൊരു തീരുമാനം എടുക്കണേ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാളായിട്ട് ഞാനും ഇതേപോലെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ നല്ല ഇമ്പ്രൂവ്മെന്റ് എനിക്കും ഉണ്ട്. എന്തായാലും നിങ്ങളും ഇമ്പ്രൂവ് ചെയ്യും, ഒപ്പം ഞാനും ഇമ്പ്രൂവ് ചെയ്യും. നമ്മളെല്ലാവരും പഠിക്കും, നമ്മളെല്ലാവരും നല്ലപോലെ ജർമ്മൻ പഠിച്ച് പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജർമ്മൻ ചങ്ക്സ് അല്ലെങ്കിൽ ഫ്രേസസിനെ പറ്റി പറഞ്ഞില്ലേ, അത് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഒരു 5 ജർമ്മൻ ഫ്രേസസ് ഡിസ്കസ് ചെയ്യാം അല്ലെ. ഇതൊരു തുടക്കം ആയിക്കോട്ടെ. ഇനി ഇത് ആദ്യമായിട്ട് കണ്ട് ഈ ആർക്കെങ്കിലും ജർമ്മൻ പഠിച്ച് ജർമ്മനിയിൽ വരാൻ തോന്നുന്നവർക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിട്ടോ, അല്ലെങ്കിൽ ഒപ്പം എനിക്കും ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്താലോ. ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളവർക്ക് അറിയായിരിക്കുമല്ലോ, ജർമ്മനില് ഫോർമലും ഇൻഫോർമലും ആയിട്ടാണ് സെന്റൻസുകൾ ഉള്ളത്. നമ്മളിപ്പോ ഇവിടെ ഏത് രീതി പറയണം? ഇൻഫോർമൽ ആയിട്ട് പറയാം. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ നമുക്ക് ഇൻഫോർമൽ ആയിട്ട് തന്നെ സംസാരിക്കാവേ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഫ്രേസ് ആണ് വി ഗേറ്റസ് ഡിയർ. ഹൗ ആർ യു? വി ഗേറ്റസ് ഡിയർ എന്ന് വെച്ചാൽ ഹൗ ആർ യു. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, എന്നാലും ഇരുന്നോട്ടെ. അപ്പൊ സെക്കൻഡ് വൺ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോകുന്ന നേരം നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യണം.
അപ്പോൾ നമുക്ക് പറയാം ഇഷ് ഹേറ്റ് ഗേർനെ ആൻഡ് ബ്രോച്ചൻ എന്ന് പറയും. അതായത് എനിക്ക് ഐ വുഡ് ലൈക്ക് ടു ഹാവ് ബ്രെഡ് എന്ന് പറയും. ഇനി മൂന്നാമത്തേത് നമ്മൾ ഒട്ടും ജർമ്മൻ വലുതായിട്ട് അറിയാത്തവർക്കൊക്കെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് വാസ് ബെഡോയിറ്റഡ് ദാസ് എന്ന് വെച്ചാല് വാട്ട് ദാറ്റ് മീൻ വാട്ട് ഡസ് ദാറ്റ് മീൻ എന്നാണ് ആ ഒരു ഫ്രേസിന്റെ അർത്ഥം. നാലാമത്തെ ഫ്രേസ് ഇപ്പൊ അതുപോലെ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ, ബ്രെഡ് ഓർഡർ ചെയ്യാൻ പോയി, ബ്രെഡിന് എത്ര നമ്മൾ ചോദിക്കണം, അപ്പൊ എത്ര രൂപയാണ് ചോദിക്കണം എന്നാണെങ്കിൽ വി ഫിൽ കോസ്റ്റഡ് ദസ്, അല്ലെങ്കിൽ വി ഫിൽ കോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ വി ഫിൽ കോസ്റ്റഡ്, വി ഫിൽ കോസ്റ്റഡ് എന്നായാലും ചോദിച്ചാൽ മതി. അഞ്ചാമത്തെ ഫ്രേസ് എന്ന് വെച്ചാല് കാൺസ്റ്റ് ദു ദാസ് വീഡർ ഹോളൻ. അതും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് വലുതായിട്ട് ജർമ്മൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് വൺസ് അഗെയിൻ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു മീനിങ് ആണ് കാൻസ്റ്റ് ദു ദാസ് വീഡർ ഹോൾ എന്ന് പറയുന്നത്. ഈ 5 എണ്ണം ബേസിക് ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ചുമ്മാ ഒരു 5 എണ്ണം പറഞ്ഞെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലെ അറിയാവുന്ന എന്തെങ്കിലും ഫ്രേസസോ വേർബ്സോ നിങ്ങൾ പഠിച്ചിട്ടുള്ള സെന്റൻസോ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എനിക്കും പഠിക്കാം. നമ്മളെല്ലാം പഠിക്കുന്ന ഒരു സ്റ്റേജിലാണല്ലോ. നിങ്ങൾ പറയുന്ന കുറെ ഫ്രേസസോ ന്യൂ വേർഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കും പഠിക്കാം, അത് കാണുന്നവർക്കും പഠിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും പഠിക്കാം. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ കാണുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരെ ബൈ ബൈ. ബൈ ബൈ.